പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാ ബെത്ലഹേം TV പ്രേക്ഷകരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ്. പല സമയത്തും നമ്മൾ പല പ്രശ്നങ്ങൾ കുടുംബത്തിൽ ചെല്ലുമ്പോൾ വളരെ ചുരുക്കം കുടുംബങ്ങൾ സ്വർഗീയമായ ശാന്തിയിലും സമാധാനത്തിലും സന്തോഷത്തിലും കഴിയുന്ന കാണാൻ പറ്റും. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പക്ഷേ 95% പേർക്കും ദുഃഖവും ദുരിതവും വേദനയും ആവലാതിയാണ് പങ്കുവയ്ക്കാനുള്ളത്. എന്താണ് സത്യത്തിൽ ഇതിന് പരിഹാര മാർഗം? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ വലിയ കുഴപ്പമൊന്നും പറയാനില്ല. അവരധികം പേരും ദേവാലയത്തിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരും വലിയ പിടിച്ചുപറിക്കാരൊന്നുമല്ല. പക്ഷേ എങ്കിലും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏതാണ്ട് കടലിൽ തിരമാലകൾ വരുന്ന പോലെ ഒന്നിനു പിറകെ ഒന്നായിട്ട് വരികയാണ്. ഇതിനുള്ള പരിഹാര മാർഗം എന്താണ്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബൈബിളിലെ മർമ്മപ്രധാനമായിട്ടൊരു പ്രബോധനമാണ് യേശു വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ നമുക്ക് നമ്മുടെ ഏത് വിളിയാണെങ്കിലും അത് വിജയത്തിലെത്തിക്കാൻ പറ്റില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജോയേൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു. 2-ാം അധ്യായത്തിൽ 28 മുതലുള്ള വാക്യങ്ങളിൽ, അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അവസാനം യുഗാന്ത്യം ലോകാവസാനം അല്ല, അങ്ങനെയാണെങ്കിൽ അവസാന ദിനം എന്ന് പറയുമായിരുന്നു. അവസാന നാളുകൾ, അവസാന ദിനങ്ങളിൽ എന്ന് വെച്ചാൽ അന്ന് പരിശുദ്ധാത്മാവ് എല്ലാവർക്കും നൽകപ്പെട്ടിരുന്നില്ല. ചില പ്രവാചകന്മാർ, പുരോഹിതർ, രാജാക്കന്മാർ അഭിഷേകം പ്രാപിച്ച് അവർ ദൈവജനത്തെ നയിച്ചിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ കുഴപ്പം എന്താണ്? ആ നേതാവ് വഴിതെറ്റി കഴിയുമ്പോൾ അണികളും വഴിതെറ്റിപ്പോവും. ഉദാഹരണത്തിന് സോളമനെ പോലെ ഒരു ജ്ഞാനി ഉണ്ടായിട്ടില്ല. ആ സോളമനും വഴിതെറ്റി ഇസ്രായേൽ ജനത്തെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു. അങ്ങനെ ദൈവം പറയുകയാണ്, ഇനി അങ്ങനെയല്ല, ഓരോ വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ വർഷിക്കപ്പെടുന്നൊരു കാലം വരും. അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും. യുവത്വം എന്ന് പറയുമ്പോൾ ഒരു നാൽക്കവലയിൽ എത്തി നിൽക്കുന്നവർ എങ്ങോട്ട് തിരിയണം, എന്ത് ചെയ്യണം എന്നറിയില്ല. സാധാരണഗതിയിൽ യുവാക്കന്മാരുടെ ഉള്ളിൽ നന്മ ചെയ്യാനുള്ള തീവ്രമായ ആഗ്രഹമുണ്ട്. ആ തീപ്പൊരിയിൽ ആര് എണ്ണ ഒഴിക്കുന്നു അതനുസരിച്ചിരിക്കും. രാഷ്ട്രീയക്കാർ എണ്ണ ഒഴിക്കുമ്പോൾ അത് ആ വശയിൽ തിരിയും, അത് കത്താൻ തുടങ്ങും. അത് വളർന്നു വന്ന് അതിനുവേണ്ടി എന്തും ചെയ്യാൻ, ചാകാനും കൊല്ലാനും മടിയില്ലാത്തൊരവസ്ഥയിലേക്ക് അവരറിയാതെ തന്നെ കടന്നു പോകുന്നു. അതിൽ പരിശുദ്ധാത്മാവുന്ന എണ്ണ വീഴുമ്പോൾ കുറേ പേര് ദൈവവിളി സ്വീകരിക്കുന്നു. ദൈവത്തിന് നന്മ ചെയ്യാൻ വേണ്ടി അവർക്ക് താല്പര്യമുണ്ടാകുന്നു. യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ദാസൻ ദാസി എന്ന് പറയുമ്പോൾ യജമാനൻ്റെ ഹിതത്തെ ചോദ്യം ചെയ്യാത്തവനാണ്, ദൈവഹിതത്തെ ചോദ്യം ചെയ്യാത്തവൻ. അവരുടെ മേൽ തൻ്റെ ആത്മാവിനെ വർഷിക്കും. പ്രവചനമുണ്ടെങ്കിലും നൂറ്റാണ്ടുകൾ കടന്നുപോയി, ഒന്നും സംഭവിച്ചില്ല. പ്രവചനവുമില്ല, പ്രവാചകനുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റാഞ്ഞടിക്കുന്ന പോലെ സ്നാപക യോഹന്നാൻ പ്രത്യക്ഷപ്പെടുകയാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം വചനമില്ല, പ്രവചനമില്ല, പ്രവാചകനില്ല. അതിനൊരു ഇടവേളയ്ക്ക് ശേഷം സ്നാപക യോഹന്നാൻ വരികയാണ്. അദ്ദേഹം വന്നത് പിന്നാലെ വരുന്ന ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്, യേശുവിനെ. യേശു ദൈവപുത്രനായതുകൊണ്ട് യേശുവിൻ്റെ നന്മ ലോകത്തിൽ ആർക്കും വിവരിച്ചു തീർക്കാൻ പറ്റില്ല. പക്ഷേ സ്നാപക യോഹന്നാൻ എടുത്തു പറയുന്ന ഒരു നന്മയുണ്ട്. അദ്ദേഹം പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 3:11, എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ സ്നാനം നൽകും. അപ്പം ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് എവിടെയൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ അത് പൂർത്തിയാക്കുന്നവൻ എൻ്റെ പിന്നാലെ വരുന്നവനാണ്. ഇനി യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ ചില ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 14:15-16, അധ്യായം 14, 15-16 വാക്യങ്ങളിൽ ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അധരം കൊണ്ട് സ്നേഹിക്കുന്നു എന്ന് പറയാൻ എളുപ്പമുണ്ട്. ബാഹ്യമായിട്ട് കുറേ ആചാര അനുഷ്ഠാനങ്ങൾ കാട്ടിക്കൂട്ടാൻ എളുപ്പമുണ്ട്. ഒരുപക്ഷെ ആചാര അനുഷ്ഠാനങ്ങൾ മതിയായിരുന്നെങ്കിൽ നമ്മളെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് മറ്റു പല മതസ്ഥരും. ഉദാഹരണത്തിന് യഹൂദന്മാർ ഒരു സാബത്ത് ദിവസം തന്നെ 600-ൽ പരം ചട്ടങ്ങൾ അവർ പാലിക്കുന്നുണ്ട് ദൈവത്തെ പ്രതിയെ. അപ്പം അവരോട് പിന്നെ വീണ്ടും ജനിക്കാൻ പറയേണ്ട ആവശ്യമില്ല, അത് മതിയായിരുന്നെങ്കിൽ.
നമുക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട്. പള്ളിയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നൊവേനയ്ക്ക് പോകുന്നുണ്ട്, കൊന്ത ചെല്ലുന്നുണ്ട്, ഇത്രയൊക്കെ മതി എന്നുള്ളൊരു ധാരണ പലപ്പോഴും വരും. ഈശോ പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് നൽകും. യേശു പലസ്തീനായിൽ 200 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ആ ചുറ്റളവിലായിരുന്നു. 3 വർഷമാണ് യേശു പ്രവർത്തിച്ചത്. പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ല. യേശു വാമൊഴിയായിട്ട് പറഞ്ഞു. പക്ഷേ യേശു വന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രത്യേക സ്ഥലത്തെ ജനത്തിന് വേണ്ടിയല്ല യേശു വന്നത്. ആദം മുതൽ ഇങ്ങോട്ട് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടിയും ലോകാവസാനം വരെ ഇവിടെ ജനിക്കാനിരിക്കുന്നവർക്കും ലോകത്തിൽ എവിടെയായിരുന്നാലും സകല മനുഷ്യർക്കും വേണ്ടിയാണ് സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവപുത്രൻ മനുഷ്യാവതാരം എടുത്തത്. ആ യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരും. ഈ സഹായകൻ്റെ സഹായത്തിലൂടെയാണ് നമ്മുടെ വിളികൾ ശോഭിക്കുന്നത്, ഉത്തരവാദിത്തമനുസരിച്ച് ജീവിക്കാൻ കൃപ കിട്ടുന്നത്. ഈ സഹായകൻ്റെ സഹായം കൂടുമ്പോഴാണ്. കൊറിന്ത്യോസുകാർക്ക് ഇത് 1-ാമത്തെ ലേഖനം അവിടുന്ന് പറയാണ്, 7-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 27-ാമത്തെ വാക്യം, ഓരോരുത്തരും ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ജീവിതം നയിക്കട്ടെ. ഇതാണ് എല്ലാ സഭകളോടും എനിക്ക് പറയാനുള്ളത്. ദൈവത്തിൻ്റെ നിയോഗം, വിളി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ചില പ്രത്യേക വിളികൾ. പൗരോഹിത്യം ഒരു വിളിയാണ്, സന്യസ്തം ഒരു വിളിയാണ്, ദാമ്പത്യം ഒരു വിളിയാണ്. ഈ വിളിയിൽ തന്നെ പ്രത്യേക നിയോഗങ്ങളുണ്ടാവും. ബഹുമാനപ്പെട്ട ഒരു വൈദികൻ ഇടവക വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. അതേ വിളി കിട്ടിയ ഒരാളെ ധ്യാനഗുരുവാക്കി മാറ്റി അവർ ലോകം മുഴുവൻ നടന്ന സുവിശേഷം ഒരു നിയോഗമാണത്. അപ്പോൾ ഏത് വിളിയാണെങ്കിലും, പൗരോഹിത്യമാണെങ്കിലും, സന്യസ്തമാണെങ്കിലും, ദാമ്പത്യമാണെങ്കിലും, ഇത് ഓരോ വിളക്കാണ്. ഈ വിളക്കിലെ എണ്ണ പറ്റിക്കഴിഞ്ഞാൽ കരിന്തിരി കത്തും. വിളി സ്വീകരിച്ച വ്യക്തിക്കോ വിളിച്ച ദൈവത്തിനോ സഭയ്ക്കോ കുടുംബത്തിനോ ആ വ്യക്തിയെ കൊണ്ട് ഒരു ഗുണമില്ലാത്ത രീതിയിൽ, ആർക്കും ഒരു ഉപകാരമില്ലാത്ത രീതിയിൽ കത്തിച്ചാമ്പലായി ജനിച്ചു എന്ന് പോലും തോന്നാത്ത രീതിയിൽ മണ്ണിലേക്ക് മൺമറയാം. ആ വിളക്കിൽ എണ്ണ വീഴുമ്പോഴോ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കാം. ഇന്നും നമ്മൾ ഒത്തിരി വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. നമ്മളെപ്പോലെ തന്നെ ജനിച്ച് അതിൽ എണ്ണ, പരിശുദ്ധാത്മ എണ്ണ വീണപ്പോൾ അവരൊരിക്കലും മായാത്തൊരു മുദ്ര ഇവിടെ പതിച്ചിട്ടാണ് അവർ കടന്നുപോയത്. ഇങ്ങനെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടുന്ന് പറയുകയാണ്, പരിശുദ്ധാത്മാവ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. എൻ്റെ കൽപ്പന പാലിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെയായിരിക്കാൻ മറ്റൊരു സഹായനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. അടുത്തായിട്ട് അവിടുന്ന് പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 15-ന്റെ അവസാന ഭാഗം 26-27 വാക്യങ്ങൾ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളായിട്ട് മാറും. അതാണ് ഇന്ന് നമ്മുടെ ഇടയിൽ ഈ കാര്യങ്ങളുടെ പ്രബോധനങ്ങൾ വേണ്ടത്ര നമുക്ക് കിട്ടുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ അറിയില്ല. വലിയ തെറ്റൊന്നും ചെയ്യരുത്, പള്ളിയിൽ പോകണം, ഞായറാഴ്ച പള്ളിയിൽ പോകണം, അതുകൊണ്ട് ക്രൈസ്തവ ജീവിതം പൂർത്തിയായി എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് സ്ഥൈര്യലേപനം എന്ന് പറയുന്നത് കൂദാശ തന്നിരിക്കുന്നത് യേശുവിനെ പ്രഘോഷിക്കാൻ വേണ്ടിയാണ്, യേശുവിന് സാക്ഷിയാകാൻ വേണ്ടിയാണ്. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഭാരതത്തിൽ വന്നപ്പോഴൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ 2000 വർഷം ഇവിടെ എന്തെടുക്കുകയായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു. എന്തുകൊണ്ട് ഭാരതത്തിൽ 2000 വർഷമായിട്ടും ഈ 2.5% നമ്മൾ ഒതുങ്ങി നിൽക്കുന്നു? ഫിലിപ്പിയൻ രാജ്യം ഒരു അക്രൈസ്തവ രാജ്യമായിരുന്നു, ഒരു ക്രൈസ്തവ രാജ്യമായി മാറി. അതായത് ഈ സ്ഥൈര്യം തന്നത് തുണിയിൽ പൊതിഞ്ഞ് പരിശുദ്ധാത്മാവിനെ മണ്ണിൽ കുഴിച്ചിടാൻ തന്നതല്ല. ഇത് ഗോതമ്പ് മണ്ണിൽ വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടി ഇരിക്കും. അപ്പം നമുക്ക് ഈ ട്രെയിനിങ് കിട്ടാത്തതുകൊണ്ട്, ഇതിന് പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ ചുരുങ്ങി നമ്മുടെ ക്രൈസ്തവ ജീവിതം 50 പൈസ തൊട്ടിൻ്റെ വട്ടത്തിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലിയ പറയുന്നുണ്ട്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നാണ് പറയുന്നത്. അപ്പോൾ യേശുവിന് സാക്ഷിയാകാൻ വേണ്ടി തന്ന കൃപയാണ് സ്ഥൈര്യലേപനം. ഇതിലൂടെ പരിശുദ്ധാത്മൻ തന്നത് യേശുവിന് സാക്ഷിയായി ജീവിക്കാനാണ്. അപ്പം നമ്മൾ മറ്റൊരാളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, സംസാരിക്കുമ്പോൾ വെറും ലോകത്തെ പോലെ ലോകകാര്യങ്ങൾ പറഞ്ഞ് പിരിയുകയാണെങ്കിൽ നമ്മൾ അവിടെ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിലൂടെ കണ്ടുമുട്ടുന്നവരുടെ സംഭാഷണം എവിടെ തുടങ്ങിയാലും യേശുവിലേക്ക് തിരിയേണ്ടതാണ് നമ്മുടെ സംഭാഷണം. അത് തിരിയണമെങ്കിൽ നമ്മിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകണം. അപ്പോൾ യേശു പറയുകയാണ്,
പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ സാക്ഷികളായിട്ട് മാറും. സാക്ഷി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൊലക്കേസ് വിസ്തരിക്കുകയാണ് കോടതിയിൽ. സാക്ഷിയെ വിസ്തരിക്കുകയാണ്. കോടതി ചോദിക്കുകയാണ്, നീ ഇന്നയാളെ കുത്തുന്നത് നീ കണ്ടോ? അദ്ദേഹം പറയുകയാണ്, കണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടില്ല. പിന്നെ നീ ഏത് കണ്ണുകൊണ്ടാണ് കണ്ടത്? എൻ്റെ ഭാര്യ തൊട്ടടുത്തുണ്ടായിരുന്നു, അവളിത് കണ്ടിട്ടോടെ വന്ന് എന്നോട് പറഞ്ഞു. അപ്പം ജഡ്ജിക്ക് മനസ്സിലായി ഇവൻ പറയുന്നു ഭാര്യ പറഞ്ഞത് സത്യമാണ്, അത് മുഴുവൻ ഭാര്യ കണ്ടതാണ്, അതാണ് ഇവൻ പറയുന്നത് എന്ന് ജഡ്ജിക്ക് അറിയാമെങ്കിലും ആ സാക്ഷ്യം സ്വീകരിക്കുന്നില്ല. എന്താണ്? ഇവൻ കണ്ടതല്ല പറയുന്നത്, ഇവൻ കേട്ടതാ പറയുന്നത്. അപ്പം ഇന്ന് ആവശ്യമുള്ളത് പുസ്തകത്തിൽ പഠിച്ച ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരല്ല, ആരെങ്കിലും പ്രസംഗിച്ചത് കേട്ട് പ്രസംഗിക്കുന്നവരല്ല, ജീവിതത്തിൽ ദൈവാനുഭവം ഉണ്ടായിരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ക്രിസ്തു സംഭവം 2000 വർഷം മുൻപ് പലസ്തീനയിൽ നടന്നത് എൻ്റെ കൺമുമ്പിൽ നടന്നതുപോലത്തെ ഒരു അനുഭവം പരിശുദ്ധാത്മാവ് തരും. അതാണ് അപ്പോസ്തലന്മാർക്ക് പ്രചോദനം ഏകിയത്. അതാണ് ആദിമസഭയിലെ ക്രിസ്ത്യാനികൾക്ക് രക്തസാക്ഷിയാകാൻ ശക്തി കൊടുത്തത്. ആ ഒരു അനുഭവമാണ്. ഇന്ന് നമ്മളിങ്ങനെ തണുത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ സാക്ഷികളായിട്ട് മാറും. അപ്പോസ്തലന്മാർ പറഞ്ഞില്ലേ, ഞങ്ങൾ സൂക്ഷിച്ച് വീക്ഷിച്ചത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, കൈകൊണ്ട് സ്പർശിച്ചത്, ജീവൻ്റെ വചനം പ്രഘോഷിക്കുന്നു. ഈ ഒരു അനുഭവം ഒരു വ്യക്തിക്ക് വന്നു കഴിയുമ്പോൾ അടങ്ങിയിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എനിക്ക് സാക്ഷികളായിട്ട് മാറും. ഇന്ന് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്? പാപബോധം നഷ്ടപ്പെടുക. നമ്മൾ കുമ്പസാരിക്കാൻ പോകുന്നുണ്ട്. കുട്ടിക്കാലത്തിൽ വേദപാഠം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ പിച്ചി നുള്ളി എന്നൊക്കെ പറഞ്ഞ് കുമ്പസാരിച്ച് പോരുക. പക്ഷെ അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് കിട്ടുന്നില്ല. ബൈബിൾ പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 16:8 അവിടെ പറയുകയാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നവരെ തൻ്റെ പ്രവൃത്തികളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അത് ഭാര്യ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്, അതിലെന്താ തെറ്റ്? ഭർത്താവ് ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്, അതിലെന്താ തെറ്റ്? സ്വന്തം തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഭർത്താവ് അങ്ങനെ ചെയ്താലും ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, ഭാര്യ ഇങ്ങനെ പറഞ്ഞാലും ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അങ്ങനെ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് ആത്മാർത്ഥമായിട്ട് അംഗീകരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ പ്രവർത്തനം ആരംഭിക്കണം. അപ്പോഴാണ് പാപബോധം ഉണ്ടാകുന്നത്. തുടർന്ന് പറയുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം 16, 12, 13 വാക്യങ്ങളിൽ, എനിക്കിനിയും വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ആർക്ക്? ദൈവപുത്രന്. ആരോട്? അപ്പോസ്തലന്മാരോട്. എത്ര നാൾ പറഞ്ഞു? 3 വർഷം. എത്ര മണിക്കൂർ ധ്യാനം? 24 മണിക്കൂർ ധ്യാനം. ദൈവപുത്രൻ്റെ ധ്യാനം 24 മണിക്കൂർ 3 വർഷം. ആ ധ്യാനത്തിൽ പങ്കെടുത്ത വ്യക്തികളോട് ഈശോ പറയുകയാണ്, എനിക്കിനിയും വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അത് ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഈ കൂട്ടായ്മയുടെ പേരാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി, അതാണ് ക്രൈസ്തവ ജീവിതം. ഇതാണ് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ലോകത്തിന് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റൂ. എങ്കിൽ മാത്രമേ യേശു പറഞ്ഞതുപോലെ നമ്മൾ ഭൂമിയുടെ ഉപ്പായി മാറൂ. എങ്കിൽ മാത്രമേ നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമായി മാറൂ. എൻ്റെ ബുദ്ധി എന്നെ നയിക്കുമ്പോൾ, ലോകം നയിക്കുന്ന വഴിക്ക് പോകുമ്പോൾ നമ്മൾ ലോകത്തിലെ മറ്റു മതസ്ഥരിൽ ഒരുവനെ പോലെ മാത്രമാണ്. ഇനിയും വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഇനിയും കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ശൈലി. അതിനുശേഷം മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അപ്പോസ്തലന്മാർക്കൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം അധ്യായം 24 49 വാക്യമാണ്. ഉന്നതത്തിൽ ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുകയും. കുറച്ച് മുൻപ് ഈശോ പറഞ്ഞതാണ് വിളവധികം. ഏതാണ്ട് 840 കോടിയോളം മനുഷ്യർ, വേലക്കാരില്ല. ഇവർക്ക് മുഴുവൻ വചനം കൊടുക്കാനായിട്ട് വേലക്കാരില്ല. വിളവധികം, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് വിളവിനെ നാഥനോട് പ്രാർത്ഥിക്കുക വേലക്കാരെ അയക്കാൻ എന്ന് പറഞ്ഞ യേശു വേലക്കാരില്ല, അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ സുവിശേഷവുമായിട്ട് ഇറങ്ങി പുറപ്പെടാൻ പറയുകയല്ല ചെയ്തത്. ഇവിടെ ഇരുന്നോ? പരിശുദ്ധാത്മ ശക്തിയില്ലാതെ
നമ്മൾ സുവിശേഷം പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ, നാട് നന്നാക്കാൻ പോയി കഴിഞ്ഞാൽ, നമ്മൾ നാട്ടുകാരുടെ എന്ത് അരുത് എന്ന് പറയുന്നോ അത് സ്വജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ചിരിക്കും. ഓർത്തിരിക്കുക, നമ്മൾ ഈ രംഗത്തേക്ക് ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങണമെന്ന് പരിശുദ്ധാത്മ ശക്തിയില്ലാതെ ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പല സുവിശേഷ പ്രഘോഷകരും അത് ഇടയ്ക്ക് വെച്ച് നിന്നു പോകാൻ കാരണം അതാണ്. ശുശ്രൂഷ നിന്നുപോയി, ആളതിൽ നിന്ന് വ്യതിചലിച്ചു. ആത്മാവിൻ്റെ ശക്തിയില്ലാതെ നമ്മൾ പ്രസംഗിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയം വേണമെങ്കിൽ അങ്ങ് പിടിച്ചു നിൽക്കും. പാചകക്കസരത്ത് കൊണ്ടോ സാഹചര്യം കൊണ്ടോ ഒക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല. നമുക്ക് ഈ ശുശ്രൂഷയിൽ മുന്നോട്ട് പോയി ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. ഉന്നതത്തിൽ ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ആ പരിശുദ്ധാത്മ പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കാനാണ് പറയുന്നത്. അപ്പസ്തോല പ്രവർത്തനം 1:8 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 1:8 അവിടുന്ന് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഞാൻ ഈ വചനം മാത്രം ഒന്ന് വ്യാഖ്യാനിക്കുക, ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു പോവുകയായിരുന്നു ചെയ്തത്. ഈ അപ്പസ്തോല പ്രവർത്തനം 1:8 ഞാൻ ഇന്ന് ഈ കാലഘട്ടത്തിൽ ആവശ്യമായതുകൊണ്ട് അല്പം ഒന്ന് വ്യാഖ്യാനിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയായിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ആ ഒരു വാക്യമാണ് ഞാൻ അല്പം വ്യാഖ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആ ശക്തി അതും എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? അതിന് രണ്ടർത്ഥമുണ്ട്. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ 69-ലാണ് ഇന്ത്യൻ ആർമിയിൽ ചേരുന്നത്. അന്ന് ഞാൻ മദ്യപിക്കുന്ന ആളോ പുകവലിക്കുന്ന ആളോ ആയിരുന്നില്ല. 71-ലെ കാശ്മീരിലായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി മനസ്സില്ലാ മനസ്സോടെ 1-2 സിഗരറ്റ് പുകച്ചു തുടങ്ങി, അല്പം മദ്യം കഴിച്ചു തുടങ്ങി. ഏറെ താമസിയാതെ സിഗരറ്റിൻ്റെ തോത് കൂടിക്കൂടി വന്നു. മദ്യത്തിൻ്റെ തോതും അങ്ങനെ തന്നെ. ക്യാൻറ്റീനിൽ നിന്ന് നല്ല മദ്യം ചുരുങ്ങിയ വിലയ്ക്ക് കിട്ടും. അതിൻ്റെ അളവ് വർദ്ധിച്ചു വന്നു. 10 വർഷം കഴിഞ്ഞപ്പോഴേക്ക് 24 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 60 സിഗരറ്റ് പുകയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. 20-ൻ്റെ 3 പനാമ പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നാളെ ഈ സമയമാകുമ്പോഴേക്ക് തീർന്നിരിക്കും. ഇതൊന്നും ഉപേക്ഷിക്കാൻ ഒരു മനുഷ്യന് എത്രമാത്രം ആഗ്രഹിക്കാൻ പറ്റും, എത്രമാത്രം പരിശ്രമിക്കാൻ പറ്റും, അത് ചെയ്ത് പരാജയപ്പെട്ടവനാണ് ഞാൻ. അതുകൊണ്ട് മദ്യപാനികളായ ആൾക്കാർ അവരെ കാണുമ്പോൾ, പുകവലിക്ക് അടിമയായ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അതിലൂടെ കടന്നുപോയത്. അതിൻ്റെ ധാർമ്മിക വശം നോക്കിയിട്ടോ സാമ്പത്തിക നഷ്ടം നോക്കിയിട്ടോ അല്ല ഞാനത് ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചത്. സ്പോർട്സ്മാൻ ആയിരുന്നു. ക്രോസ് കൺട്രി ഓട്ടത്തിൽ 16 കിലോമീറ്ററിൽ ഒന്നാമനായിട്ട് ഓടി വന്നുകൊണ്ടിരുന്നത്. ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായപ്പോൾ അതെൻ്റെ സ്പോർട്സിനെ ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ മറ്റൊന്ന് ഓടി ശരീരം ചൂടായി കഴിഞ്ഞാൽ എത്ര ഓടിയാലും ക്ഷീണം അറിയില്ല. ഇത് 10, 11, 12 കിലോമീറ്റർ കഴിയുമ്പോഴേക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ, കാലിന് ഭാരം അനുഭവപ്പെടുക. ആ സമയത്ത് എനിക്കറിയാം ബൂട്ടിൻ്റെ ശബ്ദം അടുത്തടുത്ത് വരുന്നുണ്ട്. മരണപ്പാച്ചിൽ പറഞ്ഞാലും പിന്തള്ളപ്പെടുക. മുറിയിൽ കയറി കഥ കടച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട്. നിഴൽ പോലെ കൂടെ നടക്കുന്ന സുഹൃത്തുക്കളുമായിട്ട് പന്തയം വെച്ചിട്ടുണ്ട്. ഇനി മദ്യപിക്കുന്ന കണ്ടാൽ, ഇനി പുകവലിക്കുന്ന കണ്ടാൽ 1 മാസത്തെ ശമ്പളം, ഒരു 5-6 മാസമൊക്കെ പലപ്പോഴും മദ്യപിക്കാതെയും പുകവലിക്കാതെയും ഒക്കെ ഇരുന്ന കാലങ്ങളുണ്ട്. അത് കഴിയുമ്പോൾ വീണ്ടും എന്തെങ്കിലും ഒരു സന്തോഷം വന്നു അല്ലെങ്കിൽ ദുഃഖം വന്നു, വീണ്ടും തുടങ്ങും. അപ്പോൾ ആ കുറ്റബോധത്തോടുകൂടി അത് കൂടുതലായിരിക്കും. ആ അവസ്ഥയിലാണ് 82-ൽ 2 മാസത്തെ അവധിക്ക് വന്നപ്പോൾ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നു. ധ്യാനത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ പ്രാർത്ഥിച്ചില്ല, എൻ്റെ മദ്യപാനം മാറ്റണേ, പുകവലി മാറ്റണമേ. അതിനെക്കുറിച്ച് ക്ലാസ്സും ഇല്ലായിരുന്നു. പക്ഷെ ഒന്ന് പ്രാർത്ഥിച്ചു, അങ്ങയുടെ പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. 82-ലാണ് അവസാനത്തെ ഒരു സിഗരറ്റ് തീ കൊളുത്തുന്നത്, ഒരു തുള്ളി മദ്യം കഴിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ ചില തഴക്കദോഷങ്ങൾ, ചില ദുശീലങ്ങൾ മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇന്ന് ചിലരുടെ കുടുംബത്തിലെ എല്ലാ തകർച്ചയുടെയും കാരണം ഈ വ്യക്തിയുടെ ഒരു ദുശീലമായിരിക്കാം. അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളി വെറുക്കുന്നു, മക്കൾ വെറുക്കുന്നു, നാട്ടുകാർ വെറുക്കുന്നു. അത് അയാളും അറിയുന്നുണ്ട്. എന്നെപ്പോലെ അതിൽ ഉപേക്ഷിക്കാൻ അയാൾക്ക് ആഗ്രഹമുണ്ട്. ഒറ്റ മാർഗമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ആത്മാവ് ഉന്നതത്തിനുള്ള ശക്തി വന്നു കഴിഞ്ഞാൽ നിഷ്പ്രയാസം നമുക്ക് ഈ ദുശീലത്തിൽ നിന്ന്, തഴക്കദോഷങ്ങളിൽ നിന്ന്
നമുക്ക് വിടുതൽ കിട്ടും. അപ്പോൾ അവിടുന്ന് പറയാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. ഒന്ന്, നമുക്കിങ്ങനെയുള്ള തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതൽ കിട്ടുന്നു. രണ്ട്, ഈ ശക്തി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വരദാനങ്ങളെ സൂചിപ്പിക്കുന്നു. വരങ്ങളെ നമുക്ക് രണ്ട് ഗണമായിട്ട് തരംതിരിക്കുക. ഒന്ന് അടിസ്ഥാന വരം എന്ന് പറയും. അടിസ്ഥാന വരം എന്ന് പറയുന്ന ആദ്യം നമ്മൾ കണ്ടതുപോലെ വിളി അനുസരിച്ച് ജീവിക്കാനുള്ള വരമാണ്. ഒരു യുവാവ് സെമിനാരിയിൽ ചേരുന്നു, 12, 13, 17 വർഷമൊക്കെ ചില സെമിനാരിയിൽ അവിടെ പരിശീലനം നേടുന്നു. ഇപ്പോഴൊക്കെ നമ്മൾ ഒരുവനാണ്. അവസാനം ഒരു ശുശ്രൂഷ നടക്കുന്നുണ്ട്. പിതാവ് വന്ന്, മെത്രാൻ വന്ന് കൈവപ്പിലൂടെ അഭിഷിക്തനായിട്ട് ഉയർത്തുകയാണ്. മരണം വരെ ഒരു ഉത്തമ പുരോഹിതനായിരിക്കാൻ ആവശ്യമായ കൃപാവരം ആ ശുശ്രൂഷയിൽ ലഭിച്ചു കഴിഞ്ഞു. മരണം വരെ ഒരു ഭാര്യയായി ഭർത്താവായി ജീവിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് ഈ കുദാശയിലൂടെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവിടെ പറയാൻ ഉന്നതത്തിലുള്ള ശക്തി എന്ന് പറയുമ്പോൾ ഒന്ന് ബലഹീനതകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള കൃപ. രണ്ട്, നമ്മുടെ വിളി അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ. അതിലൊന്നാണ് അടിസ്ഥാന വരം. ഇനി ആത്മീയ വരങ്ങളുണ്ട്. കൊറിന്ത്യോസുകാർക്ക് 1-ാമത്തെ ലേഖനം 12-ാം അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങളിൽ 9 വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഭാഷാവരം, വ്യാഖ്യാനവരം, വിവേചനവരം, രോഗശാന്തിവരം, അത്ഭുത പ്രവർത്തനവരം, ഇങ്ങനെയുള്ള 9 വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വരങ്ങൾ തരുന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. അത് എഫേസോസ് 4:11 വരങ്ങൾ തരുന്നതിൻ്റെ ഉദ്ദേശം പറയുന്നത് അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും സുവിശേഷ പ്രഘോഷന്മാരും പ്രബോധകരും മറ്റും ആകാൻ വരം നൽകി. ഇത് ക്രിസ്തുവിൻ്റെ സഭയെ പണിതുയർത്തുന്നതിന് വേണ്ടിയാണ് വരങ്ങൾ തരുന്നത്. എനിക്ക് ഏതെങ്കിലും ഒരു വരം കിട്ടിയാൽ ഞാൻ പ്രസംഗിച്ച് 4 ആളെ എൻ്റെ പിന്നാലെ കൂട്ടിയിട്ട് ഒരു സഭയുണ്ടാക്കി അതിൻ്റെ മാർപ്പാപ്പയാകാനല്ല വരം തരുന്നത്. വരം തരുന്നത് സ്നാപക യോഹന്നാൻ പറഞ്ഞതുപോലെ അവൻ വളരണം, ഞാനോ കുറയണം. ദൈവജനത്തിലൂടെ ആൾക്കാരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക, അതിനാണ് വരം തരുന്നത്. അപ്പോൾ ഈ വരമുണ്ടെങ്കിൽ നമുക്ക് ശുശ്രൂഷ എളുപ്പമാണ്. പെട്ടെന്ന് ദൈവരാജ്യം കത്തിപ്പടരാൻ വരം ആവശ്യമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ നിലനിൽക്കുന്നതും. ഇത് ഇന്നും ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആരംഭം മുതൽ 300 വർഷം റോമിൽ ക്രിസ്തുമതം നിരോധിച്ചിരിക്കുകയായിരുന്നു. 10,000 ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി. പിന്നെ ഇതിങ്ങനെ വളരുന്നതിൻ്റെ ഒരു കാരണം മർക്കോസിൻ്റെ സുവിശേഷം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അവരെല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അന്ന് സംഭവിക്കുന്നു. വചനം പ്രസംഗിക്കുന്നിടത്ത് അത്ഭുതകരമായ രോഗശാന്തി ഉണ്ടാകുന്നു, മാനസാന്തരം ഉണ്ടാകുന്നു. അതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പം ഉന്നതത്തിനുള്ള ശക്തി എന്ന് പറയുമ്പോൾ ഒന്ന്, തിന്മയിൽ നിന്നുള്ള വിടുതൽ. 2, നമ്മുടെ വിളി അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ. 3, ദൈവരാജ്യം പടുത്തുയർത്താൻ ആവശ്യമായിട്ടുള്ള വരദാനങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. ഇനി അടുത്ത ഇതിലേക്ക് കടക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയായിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ആ വചനം ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയൊന്ന് പറഞ്ഞു നോക്കുകയായിരുന്നു, എന്താ കുഴപ്പം? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് പറഞ്ഞാൽ വല്ല കുറവുണ്ടോ? പിന്നെ ജെറൂസലേം, യൂദയ, സമരിയ, ഭൂമിയുടെ അതിർത്തി, ഇങ്ങനെ പറയാനുള്ള കാരണം എന്തായിരിക്കും? ഇതിന് വലിയൊരു അർത്ഥമുണ്ട്. ജെറൂസലേം എന്ന് പറയുമ്പോൾ അന്ന് അപ്പോസ്തലന്മാർ ജെറൂസലേമിലായിരുന്നു. പന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവ് വന്നത് അവർ ഉച്ചത്തിൽ സ്തുതിക്കാൻ തുടങ്ങി. അവർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കുകയായിരുന്നു. ഭയക്കാൻ കാരണം യഹൂദരെവിടെയുണ്ടെങ്കിലും അവർ പന്തക്കുസ്ത തിരുനാളിൽ ആരാധിക്കാനായിട്ട് ജെറൂസലേമിൽ വരും. യേശുവിനെ കുരിശു തറച്ച് കൊന്ന പാർട്ടികൾ നമ്മൾ ഈ കെട്ടിടത്തിലുണ്ടെന്നറിഞ്ഞാൽ ഒരു പക്ഷേ ഇതിന് തീ വയ്ക്കാനും മടിക്കില്ല. അതുകൊണ്ട് ഭയന്ന് കതകും ജനലും ഭദ്രമായിട്ടടച്ച് ഒരു ശബ്ദവും പുറപ്പെടുവിക്കാതിരിക്കുമ്പോഴാണ് നൂറ്റാണ്ടുകളായിട്ടുള്ള വാഗ്ദാനം തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവരവിടെ നിന്ന് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പസ്തോല പ്രവർത്തനം 2 പറയുന്നത് ആരവമുണ്ടായപ്പോൾ ഈ 120 പേരുടെ സ്തുതിയുടെ ശബ്ദം കേട്ടപ്പോൾ ആ പട്ടണത്തിൽ വന്ന ജനങ്ങളെല്ലാം ഓടിക്കൂടി, 10,000 ഓടിക്കൂടി. അവരോട് പത്രോസ്ലീഹ സുവിശേഷം പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ടപ്പോൾ ഹൃദയം നുറുങ്ങിക്കൊണ്ട് അവർ ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മാനസാന്തരപ്പെടണം, ജ്ഞാനസ്നാനം സ്വീകരിക്കണം. 3000 പേര് സ്നാനം സ്വീകരിച്ചു. 3000 പേര് വന്നു എന്നല്ല, വന്നതിൽ 3000 പേര് സ്നാനം സ്വീകരിച്ച് അവരുടെ സംഖ്യ ഇവിടെ പറഞ്ഞിരിക്കുക.
അപ്പോഴവിടുന്ന് അവർ ഈ ആരവമുണ്ടായപ്പോഴാണ് അവർ ഈ സ്വരം കേട്ടപ്പോഴാണ് ഓടിക്കൂടിയത്. ജെറൂസലേമിൽ അപ്പസ്തോലന്മാർ സാക്ഷിയായി. നമ്മുടെ ജെറൂസലേം എന്ന് പറയുന്നത് കുടുംബത്തിലാണ് സാക്ഷിയാകുന്നത്. അത് അതരം കൊണ്ട് പറയുന്നതല്ല, ജീവിത സാക്ഷ്യമാണ്. ഇന്നലെ വരെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നലെ വരെ ഈ ഭർത്താവ് മദ്യപിക്കാതെ ഒരു ദിവസം പോലും ഈ ഭാര്യ കണ്ടിട്ടില്ല. ധ്യാനം കഴിഞ്ഞ് വന്നു, ആ മനുഷ്യൻ മദ്യപാനം നിർത്തി, അതൊരു സാക്ഷ്യമാണ്. ഇന്നലെ വരെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാറില്ലാത്ത മനുഷ്യൻ ആ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണ്, അതൊരു സാക്ഷ്യമാണ്. ഭാര്യ വീട്ടുകാരുമായിട്ട് അമ്മായിപ്പൻ ചത്താലും ഞാനവിടെ കാല് കുത്തില്ലെന്ന് പറഞ്ഞ മനുഷ്യൻ അവിടെ പോയി മാപ്പി ചോദിക്കുകയാണ്, ഇതൊരു സാക്ഷ്യമാണ്. അപ്പോൾ കുടുംബത്തിൽ സാക്ഷ്യമില്ലാത്ത വ്യക്തി ലോകത്തിൽ എവിടെ പോയി സാക്ഷ്യം പറഞ്ഞാലും സാക്ഷ്യമല്ല, കപട സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞ് ജെറൂസലേമിൽ